വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡൈനിങ് ടേബിളിന്റെ മെഷർമെന്റ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. ഡൈനിങ് ടേബിളിനെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു മെഷർമെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഡൈനിങ് ടേബിൾ പലതരത്തിലുള്ളതുണ്ട്. 8 സീറ്റർ ഉണ്ട്, 6 സീറ്റർ ഉണ്ട്, റെക്ടാംഗുലർ ഷേപ്പ് ഉണ്ട്, ചിലപ്പോൾ സർക്കിൾ വരാറുണ്ട്, ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് നമുക്കൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് നമുക്ക് ഇതിന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കസ്റ്റമറിന്റെ സൈറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് സ്പേസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. സ്പേസ് കൂടിയെടുത്ത് വലിയ ഡൈനിങ് ഇത് കൊടുക്കുക, സ്പേസ് കുറഞ്ഞെടുത്ത് വലിയത് കൊണ്ട് ഇടാതിരിക്കുക. ഇത് മാത്രം ഒരു ലോജിക്കലായിട്ട് നിങ്ങൾ ആലോചിക്കുക. വലിയ സ്പേസ് ഉള്ളിടത്ത് ചെറിയ ഡൈനിങ് ടേബിൾ ഇട്ടാൽ വൃത്തികേടായിരിക്കും. ഓക്കെ, അത് വലുത് തന്നെ കൊടുക്കണം. കസ്റ്റമർ ബാക്കിയുള്ള സ്പേസ് വെറുതെ കിടക്കും എന്നുള്ളത് കസ്റ്റമറോട് പറയണം. അല്ല ചെറുത് മതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലുത് ചെറിയ സ്പേസിൽ വലുതും കൊണ്ടേ കൊടുക്കരുത്, ആൾക്ക് നടക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് സ്റ്റാൻഡേർഡ്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആകെ കൂടി ഇപ്പൊ പറയാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇരിക്കാനായിട്ട്, അതായത് ഒരു സീറ്റ് ഇരിക്കാനായിട്ട് നമുക്ക് 60 സെന്റിമീറ്റർ മിനിമം കിട്ടിയിരിക്കണം. ഓക്കെ, അങ്ങനെ ഇത് 60, ഇത് 60, ഇത് 60, ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പും വേണം. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യണം നിങ്ങൾ. മുട്ടിച്ചിട്ട് എന്നാൽ നമുക്ക് ഒരു ബെഞ്ചിൽ ഇരിക്കണ പോലെ, സ്കൂളിൽ ഇരിക്കണ പോലെ നമുക്ക് ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗ്യാപ്പും വേണം. മിനിമം ഒരു 10 സെന്റിമീറ്ററോ 20 സെന്റിമീറ്ററോ എങ്കിലും ഗ്യാപ്പ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൺസിഡർ ചെയ്യണം. അപ്പോൾ പിന്നെ ഈ സൈഡിൽ രണ്ടിടത്ത് വന്നിട്ട് നമ്മൾ ഷെയർ ഇടാറുണ്ട്. അപ്പോൾ ഇവിടെ സ്പേസ് ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ കുറച്ചും കൂടി നീട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഇരിപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ഒരാളെ ഇരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റെക്ടാംഗുലർ ഷേപ്പിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 190 ലെങ്ത്തും 110 വിഡ്ത്തും കൊടുക്കാറുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട്. 190 ലെങ്ത്തും 110 വിഡ്ത്തും കൊടുക്കാറുണ്ട്. മറ്റേ 8 സീറ്റർ ആകുന്ന നേരത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 240 വരെ നമ്മൾ കൊടുക്കാറുണ്ട്. 240 into 110 വിഡ്ത്ത് സെയിം തന്നെ ആയിരിക്കും. അതാണ് സ്റ്റാൻഡേർഡ് നമ്മൾ റെക്ടാംഗുലർ ഇതിന് കൊടുക്കുന്നത്. ഇപ്പോൾ സർക്കിളോ വേറെ എന്തെങ്കിലും മോഡലൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. അതിനനുസരിച്ച് നിങ്ങൾ മെഷർമെന്റ് നോക്കേണ്ടി വരും. പിന്നെ ഈ ഭാഗം ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഡോറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടോ എന്നുള്ളത്, നടക്കാനായിട്ട് നമ്മൾ ഒരു 1 മീറ്റർ എങ്കിലും അല്ലെങ്കിൽ ഒരു 90 സെന്റിമീറ്റർ എങ്കിലും നമ്മൾ വിട്ടിരിക്കണം മിനിമം കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ചെയർ കിടക്കുകയാണ്. ചെയർ കിടക്കാൻ നേരത്ത് നമുക്ക് പുറത്തോട്ട് എടുത്തിട്ട് മാത്രമേ ആൾക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ ഈ ചെയർ മാറ്റി ഇത് ഇങ്ങോട്ട് ബാക്കോട്ട് നീക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ചെയർ ബാക്കോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു 90 സെന്റിമീറ്റർ എങ്കിലും നമുക്കൊരു സ്പേസ് കിട്ടണം ബാക്കിലേക്ക്. ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് 90 സെന്റിമീറ്റർ എങ്കിലും ഒരു സ്പേസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ചെയർ ബാക്കിലോട്ട് നീക്കി ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ 90 സെന്റിമീറ്റർ ബാക്കിലേക്ക് ഉള്ള ഇത് വിടണം. ഓക്കെ, ചെയർ മുട്ടി കിടക്കരുത്, ബാക്കിലേക്ക് 90 സെന്റിമീറ്റർ എങ്കിലും മിനിമം ആണ് പറയുന്നത്. മാക്സിമം എത്ര വേണമെങ്കിലും ആകാം, മിനിമം വിട്ടിരിക്കണം. ഇതാണ് ഡൈനിങ് ടേബിളിന്റെ കേസിൽ പറയുന്നത്. ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ റെക്ടാംഗുലറിന്റെ ആണെങ്കിൽ ഈ ഒരു മെഷർമെന്റ് ഫോളോ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഈ 90 സെന്റിമീറ്റർ നടക്കാനുള്ള സ്ഥലം വിട്ടിട്ട് നമുക്ക് ചെയ്യാം. എത്ര പേർക്ക് ഇരിക്കണമെന്നുള്ളത് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ 6 പേരാണോ 8 പേരാണോ 10 പേരാണോ എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും വരുന്നത്. ഒരു സീറ്ററിന് 60 സെന്റിമീറ്റർ എങ്കിലും വിട്ടിരിക്കണം, ബാക്കിലേക്ക് വലിക്കണമെങ്കിൽ 90 വിട്ടിരിക്കണം. പിന്നെ നടക്കാനുള്ള ഏരിയ ആണെങ്കിലും അവിടെ 90 എങ്കിലും നമുക്ക് നടക്കാനുള്ള ഒരു ഏരിയ വേണം. പിന്നെ അതിന്റെ ലെങ്ത്തും വിഡ്ത്തും സ്റ്റാൻഡേർഡ് വരുന്നത് നമ്മൾ 190 into 110 വിഡ്ത്ത് ആണ് കൊടുക്കുന്നത്. പിന്നെ 8 സീറ്റർ ആകുന്നിടത്ത് 240 into 110 വിഡ്ത്ത്. അതൊരു സ്റ്റാൻഡേർഡ് അല്ല, ഞാനൊരു സാമാന്യ ഒരു ലോജിക്കിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഓക്കെ.